ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ കെ റീനയെ അധിക്ഷേപിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സർക്കാർ ഉത്തരവ് അംഗീകരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ പോലും കെ മുരളീധരൻ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകില്ലെന്നും തൊരപ്പൻ പണി നടത്തുന്നവർ ഈ കസേരയിൽ ഇരിക്കില്ലെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. തൃശൂരിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. സാനു, ഡോക്ടർ റീനയുടെ സ്ഥലം മാറ്റ ഉത്തരവ് കോടതിയാണ് റദ്ദ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ തികച്ചും റീനയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണല്ലോ നടത്തിയത്. എന്തെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി പറഞ്ഞത്? രോഹിണി, ആരോഗ്യവകുപ്പ് ഡയറക്ടറെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഭാഷ്യമാണല്ലേ വർത്തമാനങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരാളെയും ആ സ്ഥാനത്ത്, സർക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത ഒരാളെയും ആ സ്ഥാനത്ത് തുടരാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല. ഒപ്പം തന്നെ DHS നടത്തിയിട്ടുള്ളത് തൊരപ്പൻ പണിയാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴത്തെ നിലപാട് അല്ലെ, ഇപ്പോഴത്തെ സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത സംഭവം, ഇതിന് മുകളിലും വേറെ പല കോടതികളുമുണ്ട്, ആ കോടതികളിലേക്ക് പോകുമെന്ന് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കാത്ത ഒരാളെയും ആ സ്ഥാനത്ത് തുടരാൻ അംഗീകരിക്കില്ല. ഒപ്പം തന്നെ സെഷൻ കോടതിക്ക് മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ടെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു. സർക്കാരിനെ അനുസരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥരെയും ആ സ്ഥാനത്ത് തുടരാനോ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനോ സമ്മതിക്കില്ല. ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടി അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശടനോട് ശാഠ്യം എന്ന തരത്തിലുള്ള വളരെ വേഗത്തിലുള്ള നടപടിയാണ്. സർക്കാരിന്റെ നിലപാടുകൾ അങ്ങനെയാണ്. പലപ്പോഴും അത് അംഗീകരിക്കാതെ വരുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് അവർ തുടരാൻ അനുവദിക്കില്ല. ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ, PM ശ്രീ പദ്ധതിയുമായി ചേർത്ത് മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. PM ശ്രീ പദ്ധതി ആരാണ് ഒപ്പിട്ടത്? അവർ ഇപ്പോൾ അതിനെ എതിർത്ത് പറയുകയാണ്. അത് ഒപ്പിട്ടതും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് LDF സർക്കാരിൻ്റെ കാലത്താണ്. തലയിൽ മുണ്ടിട്ട് പോയിട്ടാണ് അവർ അതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴതിനെ പള്ളു പറയുകയാണ്. ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോക്കം പോകാൻ സാധിക്കില്ല എന്നും മന്ത്രി പറയുന്നു. ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. ചില ഭേദഗതികൾ, കരിക്കുലം നിശ്ചയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഭേദഗതികളൊക്കെ സംസ്ഥാന സർക്കാർ നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും DHSന്റെ ഉത്തരവ്, അതായത് സ്ഥലംമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊരപ്പൻ പണിയാണ് DHS എടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് തിരിച്ചടി. DHSന്റെ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തു. തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് സ്റ്റേ ചെയ്തത്. ഡോക്ടർ റീനയുടെ ഹർജിയിലാണ് നടപടി.